നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ശിവഭഗവാന്റെ ജനനത്തിനു പിന്നിൽ രസാവഹമായ ഒരു കഥയുള്ളതായി ഹിന്ദുക്കൾ കരുതിപ്പോരുന്നു. അതിങ്ങനെയാണ്. ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്കവിഷയം. തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷ്ണമായി ജ്വലിക്കുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു. തൂണിന്റെ ഒരഗ്രം ആകാശത്തെ കീറിമുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീറിമുറിച്ചും പോയിരുന്നു. ഇത് കണ്ട് അതിശയോക്തി പൂണ്ട ദേവന്മാർ രണ്ടുപേരും ആരാണ് ഏറ്റവും ശക്തിമാൻ എന്ന് കണ്ടുപിടിക്കാൻ പുതിയൊരു ഉപാധി വെച്ചു. ഈ തേജോമയമായ തൂണിന്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ. ശേഷം ബ്രഹ്മദേവൻ സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം കൊണ്ട് താഴേക്കും മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപം എടുത്ത് തൂണിന്റെ അഗ്രം കണ്ടെത്താൻ മേലോട്ടും കുതിച്ചു. കാലങ്ങളോളം നീണ്ട ഈ തിരച്ചിലിൽ അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇത് രണ്ടുപേരിലും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു. തിരികെ എത്തിയ ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ്. അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തിയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നതാണ് ആ ശക്തിയെന്ന് അവർ മനസ്സിലാക്കി. ശിവഭഗവാന് ജനനമോ മരണമോ ഇല്ല. മനുഷ്യന്റെ സാമാന്യ ചിന്തകൾക്കും ബുദ്ധികൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ശിവഭഗവാന്റെ ജീവിതചര്യകൾ. സർവശക്തികളുടെയും ഉറവിടമായ ശിവൻ ശ്മശാനങ്ങളിൽ വസിക്കുവാനും ഇഷ്ടപ്പെടുന്നു. തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവന് ദിഗ്വസ്ത്രമാകുന്നവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരൻ എന്നും അറിയപ്പെടുന്നു. പഞ്ചഭൂതങ്ങളാൽ കേളികൾ ആടുന്ന ശിവഭഗവാൻ തന്റെ താണ്ഡവ നടനം കൊണ്ട് നടരാജനായും അറിയപ്പെടുന്നു. ഹിമാലയ സാനുക്കളിൽ കഠിന തപസ്സിൽ മുഴുകുന്ന ഭഗവാൻ തന്റെ ഭക്തർക്ക് മുൻപിൽ സദാ പ്രത്യക്ഷനാകുമെന്നും വിശ്വസിച്ചു പോരുന്നു.